ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണോ? കുറേ ദിവസമായി ഞാൻ വോയിസ് ഓവർ ചെയ്ത് ഒരു വീഡിയോ ഇടുമെന്ന് വിചാരിച്ച് ഇന്നാണ് അപ്പോൾ അതിനൊരു സന്ദർഭം കിട്ടിയത്. അപ്പം ഞാനിന്നിവിടെ ഒരു പൈനാപ്പിൾ റൈസ് ഉണ്ടാക്കുകയാണ്. ആക്ച്വലി നാളേക്കാണ് ഓഫീസിലേക്ക് മധുവേട്ടന് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്, പ്രിപ്പറേഷനാണ്. അപ്പോൾ രാവിലെ എണീച്ച് ഇതെല്ലാം ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പം ഞാൻ തലേ ദിവസം തന്നെ എല്ലാം ഉണ്ടാക്കി ഇൻസ്റ്റാ പോട്ടിൽ ഒരു കീപ്പ് വാം പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൽ വയ്ക്കും. അതില്ലെങ്കിൽ ഇപ്പോൾ തെർമൽ കുക്കറൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് അതിൽ വയ്ക്കാം. രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചൂടോടുകൂടി രാവിലെ കിട്ടും നമുക്ക്. പിന്നെ കുറച്ചും കൂടി ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. അങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്യാറ്. ഇങ്ങനെയുള്ള ചോറ് അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷസ് ഓഫീസിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ചെയ്ത് വയ്ക്കും. ഇത് ക്യാരറ്റ്, ബീട്രൂട്ട് അതൊക്കെ ഞാൻ എപ്പോഴും കുനുകുനാന്നരിഞ്ഞ് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ട്. ഇന്നിപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇൻസ്റ്റൻ്റ്ലി ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടാവും രാത്രി. അതിന് മുമ്പ് ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പം സൂപ്പായിരുന്നു, വെജിറ്റബിൾ സൂപ്പ്. അപ്പോൾ അത് വേഗം കഴിഞ്ഞു. ഇപ്പം ഞാൻ എൻ്റെ ഈ പണി തുടങ്ങിയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വളരെ വീട്ടിലുണ്ടാകുന്ന ചില ഐറ്റംസ് വെച്ചിട്ടാണ്. പക്ഷെ വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്. അധികം മസാലകളെന്ന് പറഞ്ഞാൽ പച്ചമുളകും മുളക് പൊടിയും അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. വളരെ സിമ്പിളായിട്ട് കുറച്ച് പീസ്, കുറച്ച് ക്യാരറ്റ്, പിന്നെ പൈനാപ്പിൾ സെമി റൈപ്പാണെങ്കിൽ നന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ചും കൂടി നല്ല പഴുപ്പായിപ്പോയി. കുറച്ചൊരു സ്വീറ്റ്നെസ് വരും. അപ്പോൾ സെമി റൈപ്പാണെങ്കിൽ പാകമായിരിക്കും, നമുക്ക് അധികം മധുരവും ഉണ്ടാവില്ല, എന്നാൽ എരിവും ഉണ്ടാവും. അത് പക്ഷേ കുറച്ച് ചങ്ക്സായിട്ട് നമുക്ക് വലിയ വലിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതുണ്ടാക്കി വരുമ്പോഴേക്കും അതെല്ലാം കൂടി മിക്സായി ഒരു എന്താ പറയുക, ഒരു അഴകുഴമ്പൻ മാതിരിയാവും. അഴകുഴമ്പൻ സാമ്പാറാണെന്ന് വിനീത് പറയില്ലേ സിനിമയിൽ, ഒരു അഴകുഴമ്പൻ സാമ്പാർ കിട്ടും, അതുമാതിരി അതുപോലെയാവും. അപ്പോൾ കുറച്ച് വലിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെന്താ, അരി ഞാൻ അങ്ങനെ കുക്കറിലൊന്നും അല്ല കേട്ടോ, വെള്ളത്തിൽ നല്ലോണം വെള്ളം എടുത്തിട്ട് അതിൽ അരിയിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക പറയില്ലേ, വാർത്തെടുക്കുക, അങ്ങനെയാണ് ചെയ്തത്. അതിൽ കുറച്ച് മസാലകളൊക്കെ ബിരിയാണി ഇല, ഗ്രാമ്പു, പിന്നെന്താ ഏലക്ക 3-4 അതൊക്കെ ഇട്ട് മനസ്സിലായി തിളപ്പിച്ചിട്ട് കുറച്ച് ആ അരി അതിലിട്ട്. കണ്ടോ നമ്മുടെ ടോഗ കടന്നുറങ്ങുന്നത് കണ്ടോ? അവന് ആദ്യം കൊടുത്തു, ഫുഡൊക്കെ കൊടുത്തു, വയറ് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടിയാൽ മതി, അപ്പം എണീറ്റ് കുറയ്ക്കാൻ തുടങ്ങും. നമ്മൾ ഇടയ്ക്ക് ഈ ചോറ് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 3/4 വേവാകുന്നവരെ വേവിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്താ അറിയുമോ, നമുക്ക് ആ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് സോട്ടേ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുത്ത് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഒരു 3/4 വേവാകുമ്പോൾ നമുക്കതിനെ വാർത്തെടുക്കാം. ഈ റൈസിന് നല്ല കളറാണ്, വൈറ്റായിട്ട് നല്ല എന്താ പറയുക, തുമ്പപ്പൂ പോലെ വെള്ള നിറത്തിലുള്ളൊരു അരി. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല മണവും. ഇത് ആന്ധ്ര അരിയാണ് തോന്നുന്നുണ്ട്, ഒരു ജാസ്മിൻ റൈസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്, മണവും ഉണ്ട്. നല്ല വലിയ വലിയ ഗ്രീൻസ് ആണ്. അതാണ് അതിൻ്റെ നിറം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വൈറ്റ് കളറിൽ. ഇനിയിപ്പോൾ നമുക്കൊരു കടായൊക്കെ വെച്ചിട്ട് അതിൻ്റെ ചേരുവകളെല്ലാം കൂടി ഉണ്ടാക്കാം. ഇതിൽ കുറച്ച് ബട്ടർ, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ്.
അതാണ് വെള്ള കളർ. വാങ്ങിയതാകുമ്പോൾ ഒരു ക്രീമി കളറായിരിക്കും. നമുക്ക് ഇതിൻ്റെ ഈ പാൽ എനിക്ക് തോന്നുന്നു മിക്സ്ഡ് ആണെന്ന്, ബഫലോ മിൽക്കും കൗ മിൽക്കും കൂടി മിക്സ് ആയതാണോ എന്നത്. അതുകൊണ്ടാണ് ഈ ബട്ടർ വൈറ്റ് കളർ. ആ ബട്ടറിലോട്ട് നമ്മൾ ഇഞ്ചിയും വെള്ളുള്ളി, അതിനിടയിൽ അത് പറയാൻ മറന്നു അല്ലേ, ഇഞ്ചിയും വെള്ളുള്ളി കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് എടുക്കുക. അതും പച്ചമുളക് ആദ്യം വറുക്കുക. അതൊന്ന് 1 മിനിറ്റ് ഒന്ന് വറക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ക്യാരറ്റ്, പീസ്, പൈനാപ്പിൾ എല്ലാം ഇട്ടൊന്ന് ഇതാക്കാം. പിന്നെ ഇതൊരു എന്താ പറയുക, സീഡ്സും നട്ട്സും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ പാക്കറ്റായിട്ട് കിട്ടും. ചെറിയ പാക്കറ്റുകളായിട്ട് ഒരു മോളിൽ, ഞാനിവിടെ പോയത് സ്റ്റാർ ബസാർ പറഞ്ഞൊരു മോളുണ്ട് ഞങ്ങളുടെ ഇവിടെ, അതിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങാറ് എല്ലാം, അധിക സാധനങ്ങളും വീക്ക്ലി വൺസ്. അപ്പോൾ അതിലിങ്ങനെ നമുക്ക് ചെറിയ പാക്കറ്റായിട്ട് കിട്ടും, 50 ഗ്രാംസ് 100 ഗ്രാംസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ സീഡ് ഉണ്ടാവും, നട്ട്സും ഉണ്ടാവും. അപ്പോൾ അതൊരു പിടി ഇട്ട്, അപ്പോൾ അതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു റൈസായി, എല്ലാം ഉണ്ട് അതിൽ, നട്ട്സും വെജിറ്റബിളും. നല്ലോണം അതൊന്ന് വാട്ടിയെടുത്ത് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അത് ഞാൻ ഹോം മെയ്ഡ്, ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഇതാണ്. ഒരു ദിവസം ഞാൻ അത് ഒരു വീഡിയോ ഇടാം, ഗരം മസാല, ഹോം മെയ്ഡ് ഗരം മസാല. അതും ഒരു 1/2 സ്പൂൺ ഇട്ട് നല്ലോണം ഒന്ന് മതക്കി കുറച്ച് നേരം ഞാൻ അടച്ച് വെച്ചതൊന്നുമില്ല, ജസ്റ്റ് കാരണം അത് ഓൾറെഡി അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിൾസ് അല്ലേ. പീസ് ഓൾറെഡി ഇത് ഫ്രോസൺ പീസാണ്, അപ്പോൾ ഓൾറെഡി ഇതൊരു ഹാഫ് ബോയിൽഡാണ്, പാർട്ട് ബോയിൽഡ് എന്ന് പറയും. പിന്നെ ക്യാരറ്റും അതും സോഫ്റ്റാണല്ലോ, ഒരു ജസ്റ്റ് 2 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും അത് സോഫ്റ്റാവും. പിന്നെ ഞാൻ ലാസ്റ്റിലാണ് പൈനാപ്പിൾ ഇട്ടത്, കാരണം അത് ഓൾറെഡി പഴുത്തതായതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഒപ്പം തന്നെ സെമി റൈപ്പാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് ഇടാം. അപ്പം എൻ്റെ കയ്യിൽ കിട്ടിയ പൈനാപ്പിൾ കുറച്ച് പഴുത്തതായതുകൊണ്ട് ലാസ്റ്റ് ഇതെല്ലാം കുറച്ച് നേരം വതക്കിയ ശേഷം ഇട്ടത്. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും പൈനാപ്പിൾ റൈസ്? ഒന്ന് ഉണ്ടാക്കി നോക്കും, വളരെ ടേസ്റ്റി ആയിരിക്കും, എളുപ്പമാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റൈസാണ്. പൈനാപ്പിളും കൂടി ഇട്ടപ്പോൾ അതിന് നല്ലൊരു കളറും അല്ലേ, നല്ല ഭംഗി കാണാൻ, എല്ലാ കളറും കൂടി. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞുണ്ടല്ലോ അതെല്ലാം ചുങ്ങിപ്പോയി. പിന്നെ കുറച്ചായിട്ട് നമ്മൾ റൈസ് ഇടണം, ഒരു 2 കയ്യിൽ ഇടുക, പിന്നെ അത് ഇളക്കുക, പിന്നെ ആദ്യം കുറച്ചിടുക, പിന്നെ അങ്ങനെ. അപ്പോൾ അല്ലെങ്കിൽ അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും എല്ലാം കൂടി ഒരു അവിയലാവും, സെപ്പറേറ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉലർന്ന് കിട്ടും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇന്നത്തെ. എങ്ങനെയുണ്ട് എൻ്റെ പൈനാപ്പിൾ റൈസ്? കാണാനൊക്കെ നല്ല അടിപൊളിയല്ലേ? ഉണ്ടാക്കി നോക്കൂ, അതിലേറെ ടേസ്റ്റാണ്. സിമ്പിൾ റെസിപ്പി, ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഇനി അടുത്തൊരു ഇടിവെട്ട് വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.